നമുക്കിന്ന് ചോറ് കൊണ്ടൊരു വട ഉണ്ടാക്കാമേ. എല്ലാ വീടുകളിലും ചോറൊക്കെ മിച്ചം വരുമല്ലോ, വെറുതെ നമ്മളെടുത്ത് കളയുമല്ലേ ചെയ്യുന്നത്. നമുക്കതുകൊണ്ടൊരു വട ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് മൈദ ഇടുന്നുണ്ട്, പിന്നെ സവോള ഒരു സവോള, ഇഞ്ചി, 2 പച്ചമുളക്, മല്ലിയില, തൈര്, ജീരകം. ഇനി ചോറ് ഞാൻ അരച്ചുകൊണ്ട് വരാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചതാണേ. ഒരുപാട് വെള്ളമാകരുത്, ഒരുപാട് തരിയാകലും, നന്നായിട്ട് അടിക്കണം. ഇത് മൈദ ഇടുവാണേ. ഇഞ്ചി, പച്ചമുളക്, സവോള അരിഞ്ഞത്, തൈര്, മല്ലിയില. ഇച്ചിരി ഉപ്പ് ചേർക്കുന്നേ. ഇനി അടുത്ത ശകലം സോഡാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത്രയും സോഡാപ്പൊടി, ഒത്തിരി വേണ്ട. ഇത് നമുക്കിനി ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഒരു ശകലം ജീരകം, ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാമേ. ഈ പരുവമേ ആകാവൂ. ഇത് 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വെച്ചില്ലേലും കുഴപ്പമില്ല, വെക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ചൂടായി, എണ്ണ ചൂടായേ. എണ്ണയ്ക്കകത്തോട്ടിടാം ഇത് നമുക്ക്. സ്പൂൺ കൊണ്ട് കോരിയിടുവാണ്. മൈദയല്ലേ, അത് ഒട്ടിപ്പിടിക്കുന്ന പോലെ ആകുന്നുണ്ട്. അപ്പം കൈ കൊണ്ട് എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് സ്പൂൺ കൊണ്ട് കോരിയിടാം. ും ചോറൊക്കെ എന്തായാലും മിച്ചം വരും. ആ സമയം നമ്മൾ വെറുതെ എടുത്ത് കളയുമോ ഒന്നില്ലാതെ. മിക്കവാറും ഓരോരുത്തരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കത് ഒരു വട പോലാക്കിയാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും, ചോറ് ഉണ്ണാത്ത പിള്ളേർക്കൊക്കെ ഇത് നല്ലതല്ലേ. ചോറൊക്കെ ഐറ്റം ഇല്ലയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലത്. ഇത് ഞങ്ങൾ കഴിച്ചിട്ടുള്ളതാണ്, നല്ലതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുരിയട്ടെ, മുരിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. എളുപ്പം ചെയ്യാവുന്ന റെസിപ്പിയാണ് ഇത്. എളുപ്പമാണല്ലോ, നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ടും ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങളൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇത് ചെയ്ത് വെക്കാമല്ലോ, പെട്ടെന്ന് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഇതൊരു വശം മുരിഞ്ഞിട്ടുണ്ട്. ഇത് മുരിഞ്ഞിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇത് നോക്കണം, നല്ല സോഫ്റ്റാണ്, നല്ല മുരാന്നിരിക്കുന്നു. ചെയ്ത് നോക്കണം. ഇത് ചോറ് വട റെഡി ആയിട്ടുണ്ട്. ഇതിൽ സോസും കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. എല്ലാവർക്കും നന്ദിയുണ്ട്.